പറഞ്ഞോണ്ട് ഒരു മേശ എടുത്തേക്ക, വേറെ പരിപാടി ഒന്നും വേണ്ട, ഒരു കടുകുമണി വെക്ക, അപ്പുറത്ത് പോയി നിന്നിട്ട് അതിനൊന്ന് വിളി. വെറുതെ പറയാണ്. ഞങ്ങൾ നിൽക്കുക, മേശന്റെ അപ്പുറം എല്ലാവരും നിൽക്കുക, മേശന്റെ നേരെ തലക്കൽ ഒരു കടുകുമണി വെക്കുക, അപ്പുറത്ത് മൊയിലാർ നിന്നിട്ട് കടുകുമണിനെ വിളിക്കുക. വരട്ടെ, ആരെങ്കിലും അടുത്ത് കടുകുമണി. നിങ്ങൾക്ക് ഒരു ചുക്കു ചെയ്യാൻ കഴിയൂല, അത് കഴിയൂല എന്നുള്ളതല്ലേ. ആ ചങ്ങായിന്റെ കഥ എന്താ അറിയില്ല, ആ കിടിഞ്ഞു പോയ ആളെ. അല്ലാഹു അഅലം. ഈ രൂപത്തിൽ ഓരോന്ന് തലയും പാലും ഇല്ലാണ്ടായിട്ട് അതിൽ പോകുന്നല്ലാണ്ട് ഈ ചങ്ങാതിയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താൻ കളിയാക്കാണിവൻ. ആ കിണ്ണി പോയ ചങ്ങാതിന്റെ കഥ എന്താണെന്നറിയില്ല. ഉളുപ്പുണ്ടല്ലോ ചങ്ങാതി, വലിയാണെന്ന് പറഞ്ഞ് നടക്കാൻ. ഇങ്ങനെ പരിഹസിക്കാണോ വലിയന്റെ പണി? ഇതാണോ ആത്മീയത? താനൊക്കെ എവിടെ നാടോ നിശ്ചയ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താൻ ആ പാവപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അതിനെയാ ഈ ചങ്ങാതി പരിഹസിക്കണത്. ഏതായാലും വെല്ലുവിളിച്ചില്ലേ? അന്നോടൊന്ന് ചോദിക്കുക, ഈ കുത്തുബും ഗൗസും ഒക്കെ അഭിനയിച്ചവരല്ലേ? അല്ലെങ്കിൽ ഇവിടെ കുത്തുബാണ്, അല്ലെങ്കിൽ നീ ഇവിടെ കുത്തുബാണ്, ഗൗസാണ്, അല്ല കുത്തുബുലാഗമാണ്, ഗൗസുലാഗമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവിടെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. കടുകുമണിയല്ലേ? കടുകുമണി വേണ്ട, കടുകുമണി ചെറുതിട്ട് ഒരു കാര്യം ചെയ്യാം. രണ്ടുപേര് ഒരു കൊതുകിനെ ഞങ്ങൾ പിടിക്കും, എന്നിട്ട് കൊതുകിന്റെ രണ്ട് ചിറക് ഞങ്ങൾ എടുത്ത് രണ്ട് ഭാഗത്ത് വെക്കാം, എന്നിട്ട് താൻ കുത്തുബാണ്, ഗൗസാണെന്നൊക്കെ പറഞ്ഞ കൊണ്ടുപോവാ. ഞങ്ങളൊരു കൊതുകിനെ നോക്കും, രണ്ടാ കൊതുകിന്റെ രണ്ട് ചിറകും എടുത്തിട്ട് അതും ചുറ്റുമായിട്ട് അടുത്ത് വെക്കും. എന്നിട്ട് ആ കൊതുകിനൊന്ന് പാറിപ്പിച്ചു വിട്, തുമ്പ് ഇതിനില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കുത്തുവിനെ കൊണ്ട് ഗൗസിനെ കൊണ്ടു നടക്കോ? വെല്ലുവിളിക്കുക. ഇനി അന്നെ തന്നെ വെല്ലുവിളിക്കുന്നു. താങ്കൾ വലിയായിട്ടൊക്കെ ഇങ്ങനെ നടന്ന് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് സ്വകാര്യമായി ക്ലാസ്സൊക്കെ നടത്തിയിരുന്നല്ലോ. ആ ക്ലാസുകൾ പലതും ഞങ്ങളെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്. ആ ക്ലാസുകളിൽ താങ്കൾ നടത്തിയൊരു രംഗ വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ആ തീക്കുണ്ടാരത്തിന്റെ നടുവിലിരുന്ന് റിയാദകൾ വിട്ടിരുന്നു, ദിക്റുകൾ ചൊല്ലിയിരുന്നു. അവിടുത്തെ ശരീരത്തിനൊരു പോറലും ഏറ്റിട്ടില്ല. എന്നിട്ട് ആ കാലഘട്ടത്തിൽ കടന്നു വന്ന ചില വ്യാജന്മാർ, താങ്കളെ പോലത്തെ ചില വ്യാജന്മാർ, അതല്ലെങ്കിൽ ഏതെങ്കിലും മായാജാലക്കാർ, അവർ കടന്നു വന്നിട്ട് പലതും കാണിച്ചപ്പോ ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ അവിടുത്തെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു, തീക്കുണ്ടാരം ഉണ്ടാക്കുന്നു. അവിടുത്തെ ശിഷ്യന്മാർ തീക്കുണ്ടാരത്തിലിരുന്നിട്ട് ദിക്റുകൾ ചൊല്ലുന്നു. ആ എതിരാളികളോട് പറയുന്നു തീക്കുണ്ടാരത്തിലേക്ക് വന്നിരിക്കാൻ, വെല്ലുവിളിക്കുന്നു. ഒരുത്തൻ വന്നിരിക്കുന്നു, അവൻ കത്തി ചാമ്പലായി പോകുന്നു. താങ്കൾ പറഞ്ഞില്ലേ? താങ്കൾ തന്നെ പറയുന്ന ഭാഗം ഒന്ന് കേൾക്കൂ. അവർ തീ പന്തങ്ങളൊക്കെ ഉപയോഗിച്ച് പല നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് തീയിന് എന്തിനു കഴിക്കാൻ, ഞാറിന് നൂറിനെ കഴിക്കാനുള്ള പവർ എന്തിനില്ല, നൂറിനെ കഴിക്കാനുള്ള പവർ ഞാറിനില്ല എന്ന് ഹുദുല്ലാഹു സുൽത്താനിലായി അഹ്മദ് റിഫാഇ റളിയല്ലാഹു തആല തങ്ങൾ വാദിക്കുകയും അവര് കാണിക്കുന്നത് ഏതും മായാജാലം അല്ലെങ്കിൽ മാന്ത്രികമോ കാണും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തുനിന്ന് മൂന്നാളുകളെ അഹ്മദ് റിഫാഇയുടെ കടയിലേക്ക് പറഞ്ഞു. കടയിലേക്ക് പോകുന്ന വഴിക്ക് ആ സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഭാഗത്ത് അവര് തീപ്പൊണ്ടെടുത്തിട്ട് വായിലൊക്കെയും നേരത്തെയൊക്കെയും ഈ വസാലൊക്കെയൊക്കെ ചെയ്യുന്ന കോലം കാണിച്ചപ്പം ശിഷ്യന്മാർ പോയിട്ട് അവിടെ വലിയ തീക്കുണ്ടാരം കൊണ്ടുണ്ടാക്കി. മേടിച്ചിട്ട് ഒരു നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളെ കഴിവാണെങ്കിൽ നിങ്ങൾ ചെയ്യും, ഇതിനകത്ത് കയറി ഞങ്ങൾ തിരിക്കറിൽ പോകണം, ഇരുന്നുകൊണ്ട് എല്ലാവരും സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു ജീവിതത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് ഇരുന്നിട്ട് തിരിക്കറുകൾ ചെല്ലാൻ വേണ്ടി പോകും. പക്കത്തിൽ ലൗലിയ നവിൽ ഈ സംഭവങ്ങളൊക്കെ കാണാവുന്നതാണ്. കയറി വരുന്ന ഡയറക്ടറെല്ലാം തുടങ്ങി. അപ്പം ആ മഹാത്മാക്കളെ ആൾക്കാർ കയറാൻ വേണ്ടി പഠിച്ചു. കൂടെ ഉണ്ടായിരുന്ന അവരെ തന്നെ അങ്ങനത്തെ ആൾക്കാർ ചെയ്തു പിടിച്ച് അവരോട് നിർബന്ധിപ്പിച്ചു. അത് നിങ്ങൾ എനിക്ക് ഒരാൾക്ക് കഴിവാണെങ്കിൽ നിങ്ങളും ചെയ്യും, അത് കേൾക്കാം. നിർബന്ധിച്ചതിൽ ഒറ്റ കയറി കത്തിച്ച് അതിലാകുകയും ചെയ്യും. അതോടുകൂടിയാണ് ഇസ്ലാം ചെയ്യുന്ന ഉത്താലാറിന്റെ സമൂഹത്തിലെ കർമ്മത്തുകൾ. അതേപോലെ തന്നെ ഇസ്ലാം ചെയ്യുന്ന നാട്ടിലും ഇതേ കൂട്ടർ വേറെ രൂപത്തിൽ മുറിക്കുക നമ്മളൊക്കെ ചില മാതിക്കും അത് നമ്മൾ കാണുന്നുണ്ട്. സ്ഥലങ്ങൾ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയിട്ട് ആക്കും, എന്നിട്ട് എടുക്കും, തലക്കൊന്നും വെച്ചിട്ടുണ്ടാവില്ല. ഈ വിധത്തിലുള്ള കുറച്ച് വിശ്വസിക്കാനെന്നുള്ള ആളുകൾ മുസ്ലിങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് നേരിട്ട് കാണിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ കയ്യിൽ കത്തി വെച്ചിട്ട് ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആളെ കയ്യിലും കത്തി വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്തു കുത്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് കുത്തി കാണിക്കാന്നല്ല, ഞങ്ങൾ ആർക്കും കയ്യിൽ കത്തി എന്നിട്ട് ഞങ്ങൾ കുത്തുന്നതിന് സമ്മതിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ ബോംബുകൾ ഞങ്ങളെ കൈവശത്തിലുണ്ട്. ഏതായിരുന്നാലും താങ്കൾ ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമയെ വെല്ലുവിളിച്ചില്ലേ? താങ്കളല്ലേ പറഞ്ഞത് ഈ കാലഘട്ടത്തിലും ആ കുത്താബിങ്ങളുടെ ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ തങ്ങളുടെ, ശൈഖ് ജീലാനി തങ്ങളുടെ ഖദമിലായിട്ടുള്ള ഔലിയാക്കൾ ഇന്നുണ്ടെന്ന് പറഞ്ഞല്ലോ.
എന്നിട്ട് താങ്കൾ ഇവിടെ സൂചിപ്പിക്കുന്ന ചിലരുണ്ടല്ലോ കൊണ്ടുപോകാ, അല്ലെങ്കിൽ താങ്കളെ കുറിച്ച് തന്നെ താങ്കളെ ചെയ്യുന്നതിന് ഇവൻ എന്താ പറഞ്ഞത്? മുദബ്ബിറുൽ ആലമാണ്. നിങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞതായ ശൈഖുന മുദബ്ബിറുൽ ആലമാണെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹുൽ ബുഖാരി കൊണ്ടും മശായിഖന്മാരെ മതത്തിൽ ഞങ്ങൾ തെളിയിക്കും. ഇവ മുദബ്ബിറുൽ ആലമാണെന്ന് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ടൊക്കെ തെളിയിക്കത്രേ. 2025 ഏറ്റവും വലിയ കോമഡി. എന്നാൽ വെല്ലുവിളിക്കാണ്, ഞങ്ങൾ വലിയൊരു തീക്കുണ്ടാറുണ്ടാക്കും, എന്നിട്ട് അന്റെ മുദബ്ബിറുൽ ആലമും അന്റെ കുത്തുബുൽ ആലമും അന്റെ ചങ്ങാതി ഉണ്ടല്ലോ, ഈ അബ്ദുൽ മൗലവി കൊമാട്ടുചാരി, അവനെ കൊണ്ടുപോവാ. എന്നിട്ട് ആ തീക്കുണ്ടാരത്തിൽ ഞങ്ങൾ വലിയ തീക്കുണ്ടാറുണ്ടാക്കും. എന്നിട്ട് ആ തീക്കുണ്ടാരത്തിൽ ഇരുന്നിട്ട് ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലാൻ അന്റെ അബ്ദുൽ മൗലവി വെല്ലുവിളിക്കുന്നു. ഒന്നുകിൽ അന്റെ അബ്ദുൽ മൗലവി ശൈഖാണെന്നാണ് തെളിയും, അല്ലെങ്കിൽ അതന്നെ അവിടെ തീരുമാനമാകും. വെല്ലുവിളിക്കുക ധൈര്യണ്ടോ? ആദ്യം തന്നെ താങ്കൾ പറഞ്ഞില്ലേ കത്തിരുത്താണ്ട് കുത്തുന്ന രംഗം, ഞങ്ങളൊരു കത്തി അങ്ങോട്ട് വരാം, എന്നിട്ട് ശൈഖ് ഒന്ന് കുത്തി കാണിക്കും, ഞങ്ങൾ നോക്കട്ടെ. കുത്തിയാൽ മാത്രം പോരാ, ചിലപ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും വേറെ ഏതെങ്കിലും എന്ത് ചെയ്യും, എന്തെങ്കിലും മായാജാലം കാണിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും, കുത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കും അവിടെ ഇട്ടിട്ട്. അത് ഞങ്ങൾക്ക് അവസരം തരണം, ഞങ്ങൾക്ക് തെളിയിക്കുന്നത് നമുക്കൊണ്ട് ബോധ്യപ്പെടാം. എന്റെ ശേഖാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ. ഞങ്ങൾ കത്തി ഞങ്ങൾ കത്തി ഞങ്ങൾ എന്റെ ശേഖന്റെ കയ്യിൽ അങ്ങോട്ട് തരും, ശേഖ അങ്ങോട്ട് കുത്തട്ട ശേഖന്റെ പള്ളമേൽ. എന്നിട്ട് ഞങ്ങൾക്ക് അവസരം കുത്തി ഞങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തിരിക്കാൻ അവസരം തരണം. നോക്കാം നമുക്ക് എന്റെ ശേഖാണോ, അല്ലെങ്കിൽ ചാണ്ടിച്ച് കൊണ്ടുവരുന്നത് സുലൈമാന്റെയോ അതല്ലെങ്കിൽ അത് ബീരാന്റെയോ ആരച്ചു കൊണ്ടുവന്നോ, അതുപോലെ കുത്തുബാണോ കൗത്താണോ വാദിക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. വെല്ലുവിളിക്കണത് അയ്യോ എന്തിനാ ചങ്ങാതി ഇമാതിരി പണിക്ക് നിൽക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാം സുഹൃത്തുക്കളെ വിശേഷങ്ങൾ? പ്രൈവറ്റിൽ 1-2 ആള് കുരുവട്ടൂർ കള്ള ഷെയ്ഖിന്റെ കക്കൂസ് കോളാമ്പിയായി പ്രവർത്തിക്കുന്ന മൂവർ സംഘത്തിലെ ഒരുത്തന്റെ പ്രസംഗം, ഒരു വീഡിയോ ബൈറ്റ് എൻ്റെ പ്രൈവറ്റിലിട്ടാണ്. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഇന്നലെയോ മറ്റോ നടന്ന പ്രസംഗത്തിൻ്റെ ഒരു ഇതാണ്. അത് ഞാൻ കേട്ടോക്കി. അപ്പോൾ അതിൽ കാര്യമായിട്ട് 1-2 കാര്യം പറയുന്നത്. ഒന്ന്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഒരു വളർത്തുമകൻ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. ശിഷ്യന്മാരെയും അല്ലെ അടുത്ത ബന്ധമുള്ള ആളുകൾ ആരെയും സാധാരണ വളർത്തുമകൻ എന്ന് വിളിക്കുന്ന ഒരു പതിവ് നമ്മളാരും കേൾക്കാറില്ല. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിനൊരു വളർത്തുമകനുണ്ട് എന്നോ അദ്ദേഹമോ അല്ലെങ്കിൽ വേറെ ആരോ പറയുന്നത് കേട്ടിട്ടുമില്ല. അപ്പൊ ഏതായാലും മാഹിയിൽ ഉള്ള വളർത്തുമകൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു കുരുവട്ടൂർ കള്ള ഷെയ്ഖിന്റെ കക്കൂസ് കോളാമ്പിയായി പ്രവർത്തിക്കുന്ന ഒരു തൊഴിയൂരുകാരന്റെ പ്രസംഗം. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നു വളർത്തുമകൻ എന്നുള്ളത് മോശം കാര്യമൊന്നുമല്ല. അങ്ങനെ ആരും വളർത്തുന്നുണ്ടെങ്കിൽ വളർത്തുമകൻ ഇസ്ലാമികരമായിട്ട് ഉള്ള രീതിയിൽ വളർത്തുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പേരോടിനില്ലാത്തൊരു വളർത്തുമകൻ ഇയാൾ ഉണ്ടാക്കണോ? ഈ കുരുവട്ടൂർ കള്ള ഷെയ്ഖിന് വേണ്ടി ഈ കൂലിപ്രഭാഷണം നടത്തുന്ന ഇവനൊക്കെ വിഷയദാരിദ്ര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. അപ്പൊ എന്താണിപ്പോ ഈ പിന്നെ അതിൽ വളരെ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, ശുജായിയാണ്, കാമലീലകൾ, കോളാമ്പി എന്നൊക്കെയാണ് ഇയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. ആ ഹാലളായിട്ടാണ് പറയുന്നത്. ഈ ഹാലിളക്കത്തിന്റെ കാരണം എന്താണ്? അതുകൂടി നമ്മളൊന്ന് അറിയണമല്ലോ. എന്താണ് ഈ ഹാലിളക്കത്തിന്റെ കാരണം? ഞാൻ വെല്ലുവിളിക്കുന്നു. എൻ്റെ ക്ലിപ്പുകൾ കേരളത്തിലുള്ള ഒരുവിധം പ്രഭാഷകന്മാരൊക്കെ, പണ്ഡിതന്മാരും പ്രഭാഷകന്മാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുരുവട്ടൂർ കേന്ദ്രീകൃതമായി ഈ കള്ള ഷെയ്ഖിന് വേണ്ടി കക്കൂസ് കോളാമ്പി പണിയെടുക്കുന്ന ഈ നൗഷാദ് മൗലവി ഈ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഇട്ടതിന്റെ 10-1 ഒരൊറ്റ പണ്ഡിതനും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. എവിടെ കിട്ടും? എടോ തൊഴിയൂരുകാരാ, തൻ്റെ ഒക്കെ കൂടെ കറങ്ങി നടക്കുന്ന തൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തോട് ആദ്യം ചോദിക്കണ്ടേ ഇത്ര മോശം വ്യക്തിയുടെ ഒരു ക്ലിപ്പ് എന്തിനാടോ? എന്നാ പിന്നെ ഈ നിങ്ങളുടെ ആമാശയ മുന്നേറ്റ പരിപാടികളിൽ അത് ഇടാൻ കാരണം? നിങ്ങൾ എത്ര സ്ഥലത്തിട്ടു? നിങ്ങൾ ഇട്ടതിന്റെ 100-1 പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്റെ ക്ലിപ്പ് ഇട്ടിട്ടില്ല. ആദ്യം മലർന്ന് കിടന്ന് തുപ്പുന്നതിന് മുമ്പ് കിടന്ന് തുപ്പുമ്പം ഈ മേലോട്ട് തുപ്പുമ്പം താഴെയാണ് വീഴുന്നതെന്നുള്ള ബോധം വേണ്ടേ? ഹാൻഡ്ലൈറ്റ് ഇങ്ങനെ എന്താ ഇളക്കത്തിന്റെ കാരണം അതും കൂടി പറയണം. ഇവരെല്ലാ പരിധിയും വിട്ട് ദീനിങ്ങനെ പൊളിച്ച് ദീനിങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറഞ്ഞ വൈവിധ്യങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ കുരുവട്ടൂർ കള്ള ഷെയ്ഖിന് വേണ്ടി കക്കൂസ് കോളാമ്പി പണിയെടുക്കുന്ന ഈ മൂവർ സംഘം കറക്ക് കമ്പനി
അവർക്ക് പറ്റുന്നത് എടുത്തിട്ട് പറ്റാത്തതൊക്കെ വഹാബിസം എന്ന് പറഞ്ഞ് ഇമാം ഖറാഫി റഹ്മത്തുള്ളാഹി തങ്ങളെ അടക്കം ഈ വഹാബി പട്ടികയിലേക്ക് ചാപ്പ കുത്തുന്ന രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ നമ്മൾ അഹ്ലുസുന്നയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ രണ്ട് വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. അതുകൊണ്ട് ഒരാളെ ആക്ഷേപിക്കാൻ അതിൽ വകുപ്പില്ല എന്ന് നമ്മൾ തെളിവ് സഹിതം അല്ലമീൻ സുന്നി വോയിസിൽ വളരെ കൃത്യമായി അവിടെ സമർത്ഥിച്ചിരുന്നു. അതിന്റെ ശേഷമാണ് ഈ മൂവർ സംഘ കക്കൂസ് കോളാമ്പി കുരുവട്ടൂർ ഷെയ്ഖിന്റെ ഈ കൂലി പ്രഭാഷകർ അവര് ആ റൂട്ടിൽ അതിൽ മുമ്പ് ആരും ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നൊക്കെയാണ് ആദ്യം ഇവന്മാർ കാച്ചിയത്. ഒക്കെ നമ്മൾ കേട്ട ആളുകൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. അതിലേക്ക് ഇനിയിപ്പോൾ രണ്ടാമത് പോണ്ട. പിന്നെ എന്താണ് ഈ തൊഴിയൂർ കൂലിക്കാരൻ എന്താണ് ഇളക്കത്തിന് കാരണം? ഇവരെ ഈ കുരുവട്ടൂർ കള്ള ഷെയ്ഖ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അയാളെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ എവിടെയെങ്കിലും പോട്ടെ, ഇസ്ലാമികപരമായിട്ട് യാതൊരു ഒരു സാധാരണ ഒരു സുന്നി പ്രവർത്തകൻ പോലും തൻ്റെ കെട്ടിയോളെ കൊണ്ടുപോകുന്ന ഈ രൂപത്തിൽ കൊണ്ടുപോകില്ല. അത് നമ്മൾ തുറന്നു പറഞ്ഞു. മുടി കാണുന്ന രൂപത്തിൽ, കൈ കാണുന്ന രൂപത്തിൽ, മുഖം കാണുന്ന രൂപത്തിൽ ഈ കാലഘട്ടത്തിന്റെ മെശായിഖ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ സ്വന്തം ഭാര്യയെ അങ്ങാടിയിലൂടെ ചന്തയിലൂടെ പോത്തിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയത് നമ്മൾ വിമർശിച്ചു. അതാണ് ഈ തൊഴിയൂരുകാരന് ഹാലിളക്കത്തിന് കാരണം. ഹാലിളയത് കൊണ്ടൊന്നും കാര്യമില്ല. എന്നെ ഷുജായിന്ന് വിളിച്ചിട്ടോ വളർത്തുമോനെന്ന് വിളിച്ചിട്ടോ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? എന്റെ കള്ള ഷെയ്ഖ് പറഞ്ഞോ? അല്ലെ താൻ പറഞ്ഞോ? ആരും പറഞ്ഞോ? അന്യപുരുഷന്മാരുടെ ഇടയിൽ പോത്തിനെ കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെയാണോ സ്വന്തം ഭാര്യയെ കൊണ്ടുപോവുക? സാധാരണ ശരീഅത്ത് പ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യന് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ? എന്നിട്ടാണ് വലിയ മശാഖന്മാരുടെ കുത്തുബാണെന്ന് അവകാശപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ച ഈ കുരുവട്ടൂർ കള്ളശേഖിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അത് നമ്മൾ ഈ അല്ലമീൻ സുന്നി വോയിസിലൂടെ തുറന്നു കാണിച്ചു. അതിന്റെ ഇളപ്പ്, അതിന്റെ കലിപ്പ് വളഞ്ഞ മോന്തായത്തിന് ചെരിഞ്ഞ കൗക്കൂല് എന്ന് പറഞ്ഞിട്ടോ കൊന്തമെന്നോ കുന്തമാണെന്ന് പറയണ്ടേ, കൊന്തമല്ല കുന്തം. ബേജാറിൽ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശം കാണിക്കേണ്ട ആവശ്യമില്ല. പേരോട് പോലും പറയാത്ത, പേരോടിനറിയാത്ത, അല്ലെ എനിക്കറിയാത്ത എന്നെ എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് അന്ന് മുതൽ വളർത്തിയിട്ടുള്ളത്. ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല സ്വന്തമായി ജോലി ചെയ്ത് അന്തസ്സായിട്ട് ഹലാലായിട്ട് സമ്പാദിച്ച് ജീവിക്കുന്നുണ്ട്. അല്ലാതെ ദീൻ പൊളിച്ചുകൊണ്ട് അപ്പം കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിൽ കൂലി പ്രഭാഷണത്തിന് വേണ്ടി ഇന്നലെ ഒന്ന് പറയാം, ഇന്നൊന്ന് പറയാം, നാളെ ഒന്ന് പറയാം, ഈ രീതിയിൽ ഏതൊക്കെ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ താജുൽ ഉലമയായിരുന്നു, ഒരു കാലഘട്ടത്തിൽ താജുൽ ഉലമ കഴിഞ്ഞ് പിന്നെ ഖമറുൽ ഉലമയായിരുന്നു. ഖമറുൽ ഉലമ ഇപ്പം അവസാനം ഇവന്മാർക്ക് ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ എന്ന് വായിന്ന് അത് പൂർണ്ണമായും മൊഴിയാത്ത ഈ കൂലി കക്കൂസ് കോളാമ്പികൾക്ക് ഇപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്ന തന്താന്നാണ് വിളിക്കുന്നത്. അപ്പൊ അപ്പം കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന, എന്തിനു വേണ്ടിയും എവിടെയെങ്കിലും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പോലെ അധികാരം വേണം, എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതിൽ ഹക്കേതാ ബാത്തിലേതൊന്നുമില്ല. അവസാനം അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ ഏറ്റവും വഹാബിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തങ്ങളെ അടക്കമെടുത്ത് തലയിൽ വെക്കേണ്ട ഗതികെട്ട ഈ മൂവർ കോളാമ്പി സംഘത്തിനോട് പറയുന്നത്, മൈക്ക് കെട്ടിയിട്ട് ജിഷാൻ മാഹിയെ ചീത്ത പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ പറഞ്ഞതിനെന്തെങ്കിലും മറുപടി ഉണ്ടെ പറയാം. ഇനി മറുപടി പറഞ്ഞ പോലെ പ്രാമാണികമായിട്ട് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടല്ലേ പറയണ്ടേ? അതിന് പറയാതെ വെറുതെ തെറി പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ വിളിച്ചോണ്ട് ബെല്ല് വിളിക്കുക അടിക്കൊന്നും വേണ്ട, മറുപടി ഉണ്ടേ പറയാം. അപ്പോ എല്ലാവർക്കും മനസ്സിലായി. ഈ കക്കൂസിൽ വെള്ളം കൊണ്ട് പറഞ്ഞതുപോലെ കൂടുതലോ ഉറയേയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കുരുവട്ടൂർ കോളാമ്പി ഈ മൂവർ സംഘം, കക്കൂസ് മൂവർ സംഘം ഈ ഗീർവാണം നടത്തുന്ന ഇവന്മാരെ എല്ലാവരും തിരിച്ചറിഞ്ഞു. AP ഗ്രൂപ്പിലും സമസ്തയിലൊക്കെ ഇവർക്ക് അഹ്ലുസുന്നയോടും അതുപോലെ തന്നെ ബിദഅത്തിന്റെ ആളുകളോടൊക്കെ വെറുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരോട് കുറച്ചൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇവര് വെറും ഫ്രോഡ് കമ്പനിയാണ്, വെറും ദീനീ പോളിയന്മാരാണെന്ന് വളരെ വ്യക്തമായി അവർക്കൊക്കെ ബോധ്യപ്പെട്ടു. അപ്പൊ അത് ബോധ്യപ്പെട്ടതിന്റെ കലിപ്പാണ്. നമ്മളത് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇവന്മാരെ തുറന്നു കാണിക്കുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ഇവർക്ക് ലവലേശം ആത്മാർത്ഥത ഇല്ല എന്ന് ഞാൻ വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. ആർക്ക്?
ഈ കുരുവട്ടൂർ കള്ള ഷെയ്ഖ് എന്ന് പറയുന്ന ആൾക്ക്. കുറ്റ്യാടിയിൽ മുമ്പ് ഞാനൊരു പരിപാടി നടത്തിയപ്പോ കുറ്റ്യാടി പരിപാടി നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ആ ഒരു കാര്യത്തിന് ഇയാൾ പറയാണ് ആ പരിപാടി മുടങ്ങാതെ നടത്താൻ നോക്കണേ. എനിക്ക് മെസ്സേജ് ചെയ്യാണ് ആര്? ഈ കുരുവട്ടൂരെ കള്ള ഷെയ്ഖെന്ന്. ആലോചിക്കണം, ഇയാൾ ആസാറ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിടയിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് തുറന്നു പറയാൻ വേണ്ടി ഞാൻ രംഗത്ത് വന്നപ്പോ അയാൾ എന്നോട് പറയാണ് അത് പരിപാടി മുടങ്ങാതെ നോക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, അയാൾ എങ്ങനെങ്കിലും ആ പരിപാടിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്താനല്ലേ അയാൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇത് ഒരു നിലനിൽപ്പിന് വേണ്ടി അന്ന്, കാരണം പേരോടിനെ എതിർക്കലായിരുന്നു അയാളുടെ ആവശ്യം, ആസാറുകളല്ല അയാളുടെ വിഷയം, പേരോടിനെ എതിർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതുകൊണ്ട് ആ പരിപാടി, കാരണം ആദ്യത്തെ ഒരു ഡേറ്റ് മുടങ്ങിപ്പോയിരുന്നു, അതുകൊണ്ടാണ് അയാൾ എനിക്ക് അന്ന് അയച്ചത് പരിപാടി മുടങ്ങാതെ നോക്കണേ. അപ്പൊ ഈ രീതിയിലുള്ള കള്ള ഷെയ്ഖും ഇവന്മാർക്ക് ഓശാന പാടുന്ന ഈ കക്കൂസ് കോളാമ്പി മൂവർ സംഘത്തോട് പറയാനുള്ളത്, മൈക്ക് കെട്ടി തൊള്ള പൂട്ടിയോണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ 1-ാം നമ്പർ ഫ്രോഡ് തല്ലിപ്പൊളി കമ്പനി ദീനി പൊളിയന്മാരാണെന്ന് കേരളത്തിലുള്ള സംഘടന ഉള്ളവർക്കും സംഘടന ഇല്ലാത്തവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. കക്കൂസിലെ വെള്ളം കൊണ്ട് പറഞ്ഞ പോലെ, ക്ലോസറ്റിലെ വെള്ളം കൊണ്ട് പറഞ്ഞ പോലെ നിങ്ങൾ ഈ കൂടാനുമില്ല കുറയാനുമില്ല. നിങ്ങൾ ഈ ഉള്ള 4-3-7 ആള് ഈ കള്ള ഷെയ്ഖും നിങ്ങൾ വണ്ടി ഇങ്ങനെ ഓട്ടിയിട്ട് ഇങ്ങനെ തൊള്ള പൊട്ടിച്ച് നടക്കുക എന്നല്ലാതെ വേറെ ഒരു ചുക്കും ഇവിടുത്തെ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വരാനില്ല എന്നും, നിങ്ങളെപ്പോലുള്ള തല്ലിപ്പൊളിയന്മാരെ ഇവിടെയുള്ള പണ്ഡിതന്മാരും അതുപോലെയുള്ള സുന്നി സമൂഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധം ഇനിയെങ്കിലും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.